പിണറായി സപ്പോർട്ട് ഇല്ലാത്തോണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? അവര് പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ നിന്റെ പാട്ടെന്നു പറയും. എന്നാ പിടിച്ചോ മോത്തെറിയുന്നോళ్ళు ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാതിലും കൊട്ടിയടയ്ക്കും. നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും. നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മുടെ അടുത്ത് ഇത് സംസാരിക്കും. അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിനൊന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ദിവസം ചേച്ചി കേട്ടില്ലേ? ഒന്ന് കളിക്കാൻ പറ്റുമോന്ന്. അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുവോ? അത് നിന്റെ അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്നും കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അവര് പോകുമ്പോ ഞാനല്ലെങ്കിൽ റെക്കോർഡ് എന്തിനു യൂസ് ചെയ്യണം? വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ, അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഒന്ന് കളിക്കാൻ പറ്റുമോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? അല്ലെ കൈ പിടിച്ച് കളയാമോ? കേട്ടായിരുന്നോ? അല്ലെ കൈ പിടിച്ചൊന്ന് കളയാൻ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ചേച്ചി എന്റെ ഫോൺ ചെയ്തിട്ട് ഈ മരമാക്രി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ, നിന്റെ കാലകത്തി വെക്കാനൊക്കെ പറ്റുമോ? ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ് ഇപ്പം? മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ പിടിച്ച തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ 2 കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ടേ? ആരോഗ്യമല്ല, അത് മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു. കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. നമസ്കാരം. പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. പുരാണത്തിലടക്കം പെണ്ണിനെ ആയുധമാക്കി യുദ്ധം ജയിച്ചവരുടെ കഥകളും നമുക്ക് പരിചിതമാണ്. ഏതാണ്ട് അതേ നയം തന്നെയാണ് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതി ഭരണം പിടിച്ചെടുക്കാനായി കേരളത്തിൽ പയറ്റിയത്. സരിത നായർ എന്ന സ്ത്രീയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ പോലും കള്ളക്കഥകൾ മെനഞ്ഞ് തേജോവധം ചെയ്തുകൊണ്ടായിരുന്നു പിണറായിയുടെ രാഷ്ട്രീയ ചതുരംഗ കളി. എന്നാൽ സരിത പറഞ്ഞതത്രയും പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. എന്തായാലും സരിത പീഡന മഹാകഥയിൽ അകപ്പെട്ടു പോയവരിൽ PC ജോർജിന്റെ പേരും ഉണ്ടായിരുന്നു. PCക്കെതിരെയും സരിത നായർ പീഡന പരാതി ഉന്നയിച്ചിരുന്നു. അതിന്റെ പേരിൽ നടന്ന കോലാഹലങ്ങളും അറസ്റ്റ് നാടകങ്ങളുമൊക്കെ കേരളക്കര പെട്ടെന്നൊന്നും മറക്കില്ല. എന്നാൽ ഉമ്മൻചാണ്ടിയെയും PC-യെയും എല്ലാം കുടുക്കിയത് സാക്ഷാൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് സരിത S. നായർ തുറന്നു പറയുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ ക്രൈം പുറത്തുവിട്ടത്. എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് സരിത ഈ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ PC ജോർജ് നടത്തിയ പ്രതികരണം കൂടി കേട്ടു നോക്കാം. പിണറായി വിജയനും അതേപോലെ നമ്മുടെ സരിതയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്ന് പറയുന്ന ഒരു ഓഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യമാണല്ലോ. ആര് പറയുന്ന ഓഡിയോ കിട്ടിയത്? സരിത പറയുന്ന ഓഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. താങ്കള് വളരെ താങ്കളെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, വളരെ മോശമായിട്ട് പച്ചത്തെറി പറയുന്ന കാര്യങ്ങളുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള പ്രതികരണം? ഞാൻ ആ സ്ത്രീയെ പറ്റി സ്ത്രീയുടെ പേര് പറയാൻ പോലും ആഗ്രഹിക്കാത്ത ആളാണ്. എന്ന് ചോദിച്ചാൽ എന്ത് വൃത്തികളും കൂട്ടു നിൽക്കുന്ന ഒരു വളരെ മോശമായ സ്ത്രീയായിട്ട് അവർ മാറിപ്പോയി. പക്ഷെ അവരോട് എന്റെ മനസ്സിൽ കിടക്കുന്ന സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മാന്യയായ വളരെയേറെ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു അവര്. അവരെ വിവാഹം കഴിച്ചു, അതിൽ അവിടെ കഴിഞ്ഞ് അവൻ കൊണ്ടാണെന്ന് നശിപ്പിച്ചു, അത് കഴിഞ്ഞ് രാഷ്ട്രീയക്കാർ നശിപ്പിച്ചു. അങ്ങനെ ആ അത് വളരെ ഈ സൗരോർജ ഇത് വലിയ തോതിൽ നടപ്പാക്കേണ്ടതായിരുന്നു. എല്ലാ വീടിലും നമ്മുടെ കൃത്രിമ വൈദ്യുതി ഉൽപാദനം നടപ്പാക്കാനുള്ള ഒരു സ്കീമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്.
പക്ഷെ ആ സ്കീം നടപ്പാക്കുന്നതിന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ മുഴുവൻ കൂടി അവരുടെ മുഖത്ത് കയറിയത്. ഇതിനെങ്ങനെ ഗുണം പിടിക്കും? അതാണ് ആ സ്ത്രീ നശിച്ചുപോയത്. പക്ഷേ എന്താണ് ഞാൻ ഒരിക്കലും അവർക്ക് ഉപകാരമല്ലാതെ ഒരു ഉപദ്രവം ചെയ്തു. ഇവർ എന്തിനു ഉപദ്രവിക്കുന്നു ഞാൻ ഓർക്കും. അതായത് ഞാൻ അവരായിട്ട് മോശമായിട്ട് പെരുമാറിയെന്ന് 11 മണി കേസെടുക്കുന്നു, 12 എന്നെ അറസ്റ്റ് ചെയ്യുക. അപ്പൊ കോടതിയിൽ ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കേസെടുക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം അവരുടെ പ്രസ്താവന പത്രത്തിൽ ഞാൻ കാണിച്ചു, TCO എനിക്ക് പിതൃതുല്യനാണ്, അപ്പനെ പോലാണ്. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കേസ് അത് തന്നെയല്ല, അന്ന് 13 നേതാക്കന്മാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പേര് ബലാത്സംഗ കൊടുത്തിട്ടുണ്ട്. 6 കൊല്ലമായിട്ട് FIR എടുത്തിരിക്കുക. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ മാത്രം അറസ്റ്റ് ചെയ്യുക. അപ്പൊ അത് പിണറായിയുടെ കണക്ക് എല്ലാവർക്കും മനസ്സിലായി, കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ചോദ്യം പോലും ചെയ്യാൻ അന്നേരം ജാമ്യം എടുത്ത് വീട്ടിൽ പോക്കണം പറഞ്ഞു. ആ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് പിണറായി പറയട്ടെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അല്ല പിന്നെ പോലീസ് എങ്ങനെ വന്ന് കേസെടുക്കില്ല. പോലീസും പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മോഡി എന്താണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. ഒരു മനുഷ്യനെ അപമാനിച്ച് കൊല്ലാൻ നോക്കിയാൽ നടക്കല. എനിക്ക് അവസാന കളിയാണ് വർഗീയത ഉണ്ടാക്കിയത്. ആ വർഗീയതയിൽ മാത്രം ആണല്ലോ എന്നെ ഒന്ന് പരാജയപ്പെടുത്താൻ പറ്റും. ഇപ്പൊ എന്തായി? ആ വർഗീയത ഇപ്പൊ പിണറായിക്ക് തിരിഞ്ഞു കുറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിണറായിയുടെ കൂടത്തുള്ള മന്ത്രിമാരും മകളെ കെട്ടിനൊക്കെ ആ ഭീകരവാദികളുടെ കൂടത്തിലാണല്ലോ. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. വളരെ ഗൗരവമായുള്ള വിഷയമാണ് ഈ കാര്യത്തിൽ. അതായത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്, അറിവോട് കൂടിയിട്ടാണ് താങ്കളെ കുടുക്കിയത് എന്നാണ് സരിത പറയുന്ന സംഭാഷണം. അത് അവര് പറയാതെ തന്നെ നമുക്ക് ബോധ്യമായ കാര്യമാണ്. ഞാൻ അന്നേ പറഞ്ഞല്ലോ. പക്ഷെ അവരത് പറയുന്നെങ്കിൽ നന്നായി. പക്ഷെ അവരുടെ പറച്ചിലൊന്നും ഒരു കോടതി ഇനി വില കൊടുക്കാനുണ്ട്. അല്ല, അത് സമ്മതിച്ചോ? ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഈ വിധത്തിൽ രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട സദാചാര്യം ഉണ്ടല്ലോ, പരസ്പരം സദാചാര ബോധമൊന്നും പിണറായിക്കില്ല. അയക്ക് യാതൊരു ബോധവും ഇല്ല. മര്യാദയോട് എങ്ങനെ കൈക്കൂലിയൊക്കെ കഴിക്കാൻ പണം ഉണ്ടാക്കാം. ആരെ കൊന്നിട്ടാണെങ്കിലും പണം വേണം, നമുക്കും കിട്ടണം പണം. ഈ കൊന്ന് ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്. 99 MLA ഒരുമിച്ച. അപ്പൊ ഒരു കാരണവശാലും അയക്കറിയാം. എന്റെ പേര് കിടത്ത് കേസ് കണ്ടില്ലേ നന്ദകുമാറിന് അറിയാലോ. ഞാനും നന്ദകുമാറും സരിതയുടെ പിണറായി താഴ്ചാടിക്കാൻ കൂടാതെ നടത്തിയെന്ന്. എന്താ അർത്ഥമുണ്ട് നന്ദകുമാർ പറയാൻ? 99 പേര് ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ അതിനകത്ത് MLA പോലും അല്ലാത്തവൻ ഞാൻ നന്ദകുമാറും കൂടെ എങ്ങനെയാ അയാളെ താഴ്ചാടിക്കുക? അതായത് ഇവർക്ക് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കുക. അതായത് ഏത് മാർഗം ഉപയോഗിച്ചും എതിരാളികളുടെ പ്രതികാരം തീർക്കുക, അവരെ ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രമല്ലേ പിണറായി വിജയൻ കാണിക്കുന്നത്? വേറൊരു ചിന്ത അയക്കില്ല ഒന്നും പറയേ. അയാളെ വൈരാഗ്യം, എന്നോട് വൈരാഗ്യം എന്താന്ന് വെച്ചാൽ ഞാനല്ലാതെ വേറെ ആരും ഈയുടെ കള്ളത്തിലും മോഷണം ഒന്നും പറയാറില്ലല്ലോ. അയാളുടെ മകളുടെ കച്ചവടം, മകൾ എവിടെ ഇതിന് മാത്രം കാശുണ്ടാക്കിയ പറയണ്ടേ? പിണറായിയുടെ കാശല്ലേ ഇത്? പറയാൻ കൊള്ളുവോ? എന്നിട്ട് ഇതെല്ലാം എന്നെ പേടിപ്പിക്കാൻ വന്നാൽ ഞാൻ പേടിക്കൂ. അയാൾ ഓർത്ത് ഞാൻ ഇങ്ങനെ പോലീസുകാരെ ദിവസം വന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബോധം കെട്ടുപോകുന്ന രണ്ട് കുന്തവാ. ഞാൻ പോലീസിനൊന്നും മൈൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൊതുപ്രവർത്തകനാണ്. ഞാൻ നീതി ചെയ്യും, സത്യം ചെയ്യും. ഒരു കളവും കാണിക്കാൻ ഉദ്ദേശിക്കില്ല, ആരെയും പിടിച്ചു പറിക്കാൻ ഉദ്ദേശിക്കില്ല. പിന്നെ എന്നെ എന്തോ ചെയ്യാനാ അയാള് നാട് നശിക്കും, അത്ര തന്നെ. അല്ല എനിക്കെന്താ? അയാളെ 8 or 9 പ്രാവശ്യം എന്നെ പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു. എന്നിട്ട് എന്ത് കിട്ടി? എനിക്ക് പൂർണ്ണമായിട്ട് ജാമ്യം കിട്ടി. അയാളവിടെ പോയി അയാൾ നാട് നശിച്ചു. അയാള് കള്ളത്തരം കാണിച്ചത് ജനത്തിന് മനസ്സിലായി. ഇപ്പൊ ഇനി ഹൈക്കോടതി പറഞ്ഞിരിക്കുക എന്നെ ഏത് കേസിൽ അറസ്റ്റ് ചെയ്യലും ഇത് പെർമിഷൻ എടുത്ത് ഹൈക്കോട്ടെന്ന്. തീർന്നില്ലേ? അപ്പൊ ഇനി എന്നെ പിടിക്കാൻ വന്ന ഹൈക്കോടതി അനുവാദം പിടിച്ച ഹൈക്കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പറഞ്ഞല്ലോ. അത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണല്ലോ. അതെ അതെ അതെ.